നമസ്കാരം. ബിലാത്തി വാർത്തകളുടെ ഗുഡ് മോർണിംഗ് UK എന്ന ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF യുഗം. മുഖ്യമന്ത്രിയായി VD സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ. മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങൾ. UK രാഷ്ട്രീയത്തിൽ ബ്രെക്സിറ്റ് ചർച്ചകൾ ചൂടുപിടിക്കുന്നു. ബ്രെക്സിറ്റ് വൻ ദുരന്തമെന്ന് വെസ്റ്റ് റേറ്റിംഗ്. ലേബർ പാർട്ടി നേതൃത്വത്തിലേക്ക് മത്സരിക്കാൻ നീക്കം. ലണ്ടനിൽ കനത്ത പോലീസ് കാവൽ. നേർക്കുനേർ വന്ന് 2 വൻ പ്രതിഷേധ പ്രകടനങ്ങളെ വേർതിരിച്ചു നിർത്തി മെട്രോപൊളിറ്റൻ പോലീസ്. 43 പേർ അറസ്റ്റിൽ. ബ്യൂറോക്രസി ഒഴിവാക്കാൻ NHS നവീകരണ ബിൽ. UK-യിൽ രോഗികൾക്കായി ഏകീകൃത മെഡിക്കൽ റെക്കോർഡ് സംവിധാനം വരുന്നു. കോങ്കോയിൽ ഇബോള ഭീതി. പടരുന്നത് തീവ്രതയേറിയ ബുന്ദിബ്യോഗോ വകഭേദം. അയൽ രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF മന്ത്രിസഭ അധികാരമേറ്റു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ UDF മന്ത്രിസഭ ഇന്ന് രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് ഗവർണർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ നിയമസഭാ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഘടകകക്ഷികളുമായി നടത്തിയ ദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് മന്ത്രിമാരെയും വകുപ്പുകളെയും കുറിച്ചുള്ള അന്തിമ ധാരണയായത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, T സിദ്ദിഖ്, റോജിയൻ ജോൺ, KA തുളസി, OJ ജനീഷ് എന്നിവർ മന്ത്രിമാരായി ചുമതലയേറ്റു. മുസ്ലിം ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ എന്നിവരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് മോൻസ് ജോസഫും ജേക്കബ് വിഭാഗത്തിൽ നിന്ന് അനൂപ് ജേക്കബും സത്യപ്രതിജ്ഞ ചെയ്തു. RSPയിൽ നിന്ന് ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് CP ജോണുമാണ് മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ. ഭരണപരിചയമുള്ള മുതിർന്ന നേതാക്കൾക്കൊപ്പം 14 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു തലമുറ മാറ്റത്തിനാണ് VD സതീശൻ മന്ത്രിസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ പ്രാധാന്യം നൽകി ഈ ടീം UDF വരും ദിവസങ്ങളിൽ വകുപ്പ് വിഭജനത്തോടെ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കും. UK ലേബർ പാർട്ടിയിൽ ബ്രെക്സിറ്റ് തർക്കം മുറുകുന്നു. UK രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചുകൊണ്ട് ബ്രെക്സിറ്റ് വിഷയം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരികയാണ്. മുൻ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റേറ്റിംഗ് ലണ്ടനിൽ നടന്ന ഒരു ചടങ്ങിൽ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള തീരുമാനം ചരിത്രപരമായ ഒരു വലിയ തെറ്റായിരുന്നു എന്ന് തുറന്നടിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ലേബർ പാർട്ടിയുടെ ബ്ലെയറൈറ്റ് വിഭാഗം സംഘടിപ്പിച്ച പ്രോഗ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിലേക്ക് മത്സരിക്കാനുള്ള തന്റെ താൽപര്യം പ്രഖ്യാപിച്ചത്. കിയർ സ്റ്റാമറുടെ കടുത്ത ബ്രെക്സിറ്റ് നയങ്ങളെയും പ്രതിപക്ഷത്തിരുന്നപ്പോൾ കാണിച്ച അമിത ജാഗ്രതയും സ്ട്രേറ്റിംഗ് വിമർശിച്ചു. UKയുടെ ഭാവി യൂറോപ്യൻ യൂണിയനിലേക്ക് തിരികെ പോകുന്നതിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിനെതിരെ കൺസർവേറ്റീവ് പാർട്ടി ചെയർമാൻ കെവിൻ ഹോളിൻഡേക്ക് രംഗത്തെത്തി. ലേബർ പാർട്ടി ബ്രെക്സിറ്റിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യം ഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ജൂൺ 18 ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുള്ള മേക്കർഫീൽഡ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബെൻഹാമും ദീർഘകാലാടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് മടങ്ങുന്നതിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഉപതിരഞ്ഞെടുപ്പിൽ അത് ഉന്നയിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പങ്ങൾ മുതലെടുക്കാൻ 2016 65% ബ്രെക്സിറ്റ് അനുകൂല വോട്ടുകൾ രേഖപ്പെടുത്തിയ മേക്കർഫീൽഡിൽ റിഫോം UK പാർട്ടി സജീവമായി രംഗത്തുണ്ട്. ലണ്ടൻ തെരുവുകളിൽ കനത്ത സുരക്ഷ. പ്രതിഷേധക്കാർക്കിടയിൽ പോലീസ് മതിൽ. ലണ്ടനിൽ ഇന്നലെ നടന്ന 2 വൻ വിരുദ്ധ പ്രതിഷേധ പ്രകടനങ്ങളെ ആക്രമ സംഭവങ്ങളില്ലാതെ വേർതിരിച്ചു നിർത്താൻ മെട്രോപൊളിറ്റൻ പോലീസിന് ചിലവഴിക്കേണ്ടി വന്നത് 4.5 ദശലക്ഷം പൗണ്ട്. തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസൺ നയിച്ച
നയിച്ച യുണൈറ്റഡ് ദി കിങ്ഡം റാലിയും പലസ്തീൻ ജനതയുടെ പലായന ഓർമ്മ പുതുക്കുന്ന നക്ബ ദിന പ്രൊട്ടസ്റ്റും ഒരേ സമയം ലണ്ടൻ നഗര മധ്യത്തിൽ എത്തിയതാണ് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചത്. പ്രകടനക്കാർ തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാൻ നഗരത്തിൽ അതീവ സുരക്ഷാ മേഖല പോലീസ് ഒരുക്കിയിരുന്നു. 4000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി വിന്യസിച്ചത്. നെൽസൺസ് കോളം ഉൾപ്പെടെയുള്ള ലണ്ടനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കനത്ത ഇരുമ്പ് വേലികളാൽ പോലീസ് വളഞ്ഞു. ആക്രമണ സ്വഭാവം കാണിച്ച് 43 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെംബ്ലിയിൽ നടന്ന FA കപ്പ് ഫൈനൽ കൂടി ഇന്നലെയായിരുന്നതിനാൽ സമീപകാലത്തെ ഏറ്റവും വലിയ പൊതുക്രമ പാലന ദൗത്യമാണ് ലണ്ടൻ പോലീസ് വിജയകരമായി പൂർത്തിയാക്കിയത്. NHSൽ സിംഗിൾ പേഷ്യന്റ് റെക്കോർഡ് വരുന്നു. UK-യിലെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് NHS നവീകരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. രോഗികൾക്ക് വേഗത്തിലും സുരക്ഷിതമായും ചികിത്സ ലഭ്യമാക്കുന്നതിനായി എല്ലാ ആരോഗ്യ വിവരങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സിംഗിൾ പേഷ്യന്റ് റെക്കോർഡ് സംവിധാനമാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇതോടെ രോഗികൾ വിവിധ ആശുപത്രികളിലും GP-മാരിലും തങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാകും. 2027ഓടെ പ്രസവ ചികിത്സ, വയോജന പരിചരണം തുടങ്ങിയ മേഖലകളിൽ ഈ സംവിധാനം പൂർണ്ണമായി ലഭ്യമാകും. കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുസ്ഥാപനമായ NHS ഇംഗ്ലണ്ട് നിർത്തലാക്കി അധികാരം നേരിട്ട് ആരോഗ്യ മന്ത്രാലയത്തിനും പ്രാദേശികാരോഗ്യ കേന്ദ്രങ്ങൾക്കും കൈമാറാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇത് ഭരണപരമായ നൂലാമാലകൾ കുറയ്ക്കാനും ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായി രോഗി പരിചരണത്തിനായി വിനിയോഗിക്കാനും സഹായിക്കും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇബോള വൈറസ് വ്യാപനം. ആഭ്യന്തര യുദ്ധം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇബോള വൈറസ് പടരുന്നതായി ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. സാധാരണ ഇബോള വകഭേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതീവ അപൂർവമായ ബുൻഡിബുഗ്യോ വകഭേദമാണ് ഇവിടെ പടരുന്നത്. നിലവിൽ 250ഓളം പേർക്ക് രോഗബാധ സംശയിക്കുകയും 80ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വകഭേദത്തിനെതിരെ അംഗീകൃത വാക്സിനുകളോ ഫലപ്രദമായ മരുന്നുകളോ നിലവിലില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രോഗബാധിതരിൽ മരണനിരക്ക് 30%-ഓളമാണ്. കോങ്കോയുമായി അടുത്ത വ്യാപാര ബന്ധമുള്ള ഉഗാണ്ട, റുവാണ്ട തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കും രോഗം പടരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനകം തന്നെ ഉഗാണ്ടയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ആഗോളതലത്തിൽ കോവിഡ് പോലുള്ള ഒരു പാൻഡമിക്കിന് നിലവിൽ സാധ്യത ഇല്ലെങ്കിലും ആഫ്രിക്കൻ മേഖലയിൽ അന്താരാഷ്ട്ര ഏകോപനത്തോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. ബിലാത്തി വാർത്തകൾ ഗുഡ് മോർണിംഗ് UK വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.